ട്രെയിൻ അട്ടിമറിയിൽ പ്രതികളുടെ മൊഴി രേഖപ്പെടുത്തി NIA. ടെലിഫോൺ പോസ്റ്റ് മുറിച്ചു വിൽക്കാൻ വേണ്ടിയാണ് പാളത്തിൽ കൊണ്ടുവച്ചതെന്നാണ് പ്രതികളുടെ മൊഴി. അരുണിനെയും രാജേഷിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഷമീർ അബ്ദുൾ ഉണ്ട് വിശദാംശങ്ങളുമായി. ഷമീർ, എന്താണ് മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ? അതിന് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ഇത്തരത്തിൽ കുണ്ട്രയിൽ റെയിൽവേ പാലത്തിൽ ടെലിഫോൺ പോസ്റ്റ് കൊണ്ടുവച്ച നിലയിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. അട്ടിമറിയാണെന്നാണ് ആദ്യഘട്ടത്തിൽ സംശയിച്ചിരുന്നത്. പാലരുവി എക്സ്പ്രസ് കടന്നു വരാൻ മണിക്കൂറുകൾക്ക് മുമ്പാണ് രണ്ടിടങ്ങളിൽ ഇത്തരത്തിൽ ഈ പോസ്റ്റ് സ്ഥാപിച്ചത്. ഇത് ദേശീയ തലത്തിൽ തന്നെ വലിയ രീതിയിൽ ദേശീയ ഏജൻസികൾ ഈ സംഭവത്തെ വളരെ ഗൗരവമായി കണ്ടെത്തുകയും പോലീസ് വളരെ വേഗത്തിൽ ഈ പ്രതികളെ പിടികൂടുകയും ചെയ്തത്. പ്രതികൾ നിലവിൽ ഇപ്പോൾ പറയുന്നത് തങ്ങൾ സ്ക്രാപ്പിന് വേണ്ടിയിട്ടാണ്, ആക്രിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു പോസ്റ്റ് തീവണ്ടിക്ക് മുന്നിൽ വെച്ചത്. തീവണ്ടി കയറുമ്പോൾ ഈ പോസ്റ്റിൽ കയറുമ്പോൾ അത് മുറിഞ്ഞു മാറും എന്നുള്ള ധാരണയിലാണ് ഇവരെ ഒരു കൃത്യം നിർവഹിച്ചത് എന്നാണ് NIAക്ക് ഇവർ നൽകിയിരിക്കുന്ന മൊഴി. തമിഴ്നാട്ടിൽ നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘവും റെയിൽവേയുടെ പ്രത്യേക അന്വേഷണ സംഘവും ഇന്നലെ പുലർച്ചയോടുകൂടി തന്നെ ഈ പ്രതിയെ ചോദ്യം ചെയ്തു. ഇവരിൽ നിന്ന് വിശദമായ മൊഴിയെടുത്തു. മറ്റെന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്ന് ദേശീയ അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നു. ഏതായാലും പ്രാഥമികമായി ഇവർ നൽകിയിരിക്കുന്ന മൊഴി തങ്ങൾ അത്തരത്തിലാണ് പ്രതീക്ഷിച്ചിരുന്നത്, അല്ലെങ്കിൽ ഈ പോസ്റ്റിൽ നിന്നും ടെലിഫോൺ പോസ്റ്റിൽ നിന്നും കാസ്റ്റൈൻ ലഭിക്കുന്നതിന്റെ പേരിലാണ് ഇത്തരത്തിൽ ഈ പാളം അവിടെ കൊണ്ടുവച്ചത് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ വലിയ ഒരു അപകടത്തിൽ നിന്നാണ് പാലരുവി എക്സ്പ്രസ് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ദേശീയ ഏജൻസികൾ ഈ വിഷയത്തെ വളരെ ഗൗരവമായി തന്നെ കണക്കുകൂട്ടുന്നത്. എന്തായാലും പ്രതികളുടെ മൊഴി പോലീസും എടുത്തു. അതുപോലെ NIA, റെയിൽവേയുടെ പ്രത്യേക ഏജൻസികളൊക്കെ തന്നെ ഈ മൊഴി എടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെയോടുകൂടി ഈ പ്രതികളെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇതിനുശേഷം കൂടുതൽ ചോദ്യം ചോദിക്കാൻ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നും ഇപ്പോൾ അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. ആതിര. ഷമീർ അബ്ദുള്ളാണ് വിശദാംശങ്ങൾ നൽകിയത്.